ഷെഫി എത്ര സമയം അങ്ങനെ വന്നത് അവർ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതുപോലെ എത്ര സമയം അവർ വന്നതാ? ഒരു സാധാരണ നോക്കും. എത്ര സമയം അവർ വന്നിട്ടുണ്ടെന്ന് പറയണേ? എത്ര സമയം? ആരെ കാണാൻ വേണ്ടി? ഞങ്ങളുടെ വരുവാരോ കണ്ടു കേട്ടോ. ഏത് സിസ്റ്ററായിട്ട്, ഏത് സിസ്റ്ററോട് നല്ലപോലെ ക്ലോസ് ആയിട്ടുണ്ട് അവർ? ഫാദർ തോമസ് കൊട്ടൂർ. ഷെഫി ഏത് സിസ്റ്ററോട് അവർ ക്ലോസ്? നിങ്ങളോട് നല്ലപോലെ ബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നൊക്കെ? എങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? അവിടെ കോൺവെന്റില് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? എത്ര സമയം അങ്ങനെ വന്നതാ? എത്ര സമയം അങ്ങനെ വന്നേ? എങ്ങനെ ഓരോവർ വരുന്ന എങ്ങനെ അവർ വരുന്നത്? എങ്ങനെ വരും? വിളിച്ചാൽ വരും അല്ലേ? നിങ്ങൾ എത്ര സമയം അങ്ങനെ വിളിച്ചിരുന്നു? നിങ്ങളായിട്ട് വിളിക്കും അല്ലേ? എങ്ങനെ വിളിക്കും നിങ്ങൾ? കുർബാനയ്ക്ക് വരാൻ പറയുന്ന സമയമൊക്കെ നിങ്ങളായിട്ട് പറയും അല്ലേ? അങ്ങനെ ഏത് സമയത്തില് അവർ വരും? രാവിലെ വരും. എത്ര സമയം എത്ര മണി അങ്ങനെ ഉണ്ടാവും സമയം? 4 മണിയോ? ഷെഫി എത്ര സമയം? അഭയ കേസിലെ 3 പ്രതികളും കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അഭയ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് ജോസ് പൂത്തൃക്കയിലും സിസ്റ്റർ സഫിയും തോമസ് കോട്ടൂരും ഒരേ സ്വരത്തിൽ തന്നെ സമ്മതിക്കുന്നു. നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തത്. ദൃശ്യങ്ങളിൽ വ്യാപകമായ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതും സാമാന്യ ബോധത്തിന് നിരക്കുന്ന തരത്തിൽ തന്നെ പ്രേക്ഷകർക്ക് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഒപ്പം അഭയെ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് ജോസ് പൂത്തൃക്കയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതിനുശേഷം അഭയെ കിണറ്റിലെറിഞ്ഞത് താനും തോമസ് കോട്ടൂരും ചേർന്നാണ് എന്ന് പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. കൊലപാതകത്തിൽ സിസ്റ്റർ സഫിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് പറയുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നു. ഒപ്പം സിസ്റ്റർ സഫിയുടെ വാക്കുകൾ നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ സിസ്റ്റർ സഫി പറഞ്ഞ വാക്കുകൾ പോലും തോമസ് കോട്ടൂരും ജോസ് പൂത്തൃക്കയിലും കോൺവെന്റിൽ എത്താറുണ്ട്. അവർക്ക് വേണ്ടി അഭയ കൊല ചെയ്യപ്പെട്ട ദിവസം വാതിൽ കൊടുത്തത് താനാണ് എന്നതടക്കമുള്ളതിൻ്റെ വളരെ വ്യക്തമായ വെളിപ്പെടുത്തലുകളാണ് കൈരളി പീപ്പിൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ നാർക്കോ പരിശോധനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുകയാണ്. ഇപ്പോൾ ജോസ് പൂത്തൃക്കയിനെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുന്നു. Why so much of this thing was given that saying she has been found in the well and Mother Superior has taken everybody to shoot the well that she is there? How did they come to know that she has fallen there? It was not visible from the top, right? Yes, but I don't know the history. But when I reached there, I don't know whether they asked police officers to try in the well or not. That I'm not sure because I don't know the what all things happened there. Soon after I reached there, I saw within 5 minutes they have taken out the body from the well. I was also there. You had seen the injuries? Yeah. Injuries I don't remember. I saw the dead body, but it was not
not becoming to see. You had seen Abhaya, right? In there. Yeah. Was she so depressed to commit suicide? Oh, that, I have no such so much contact with the Sister Abhaya. Okay. Because I was also only a professor. No special contact and know her attitudes or her depressions or something like that. Nothing. അഭയ കേസിലെ നാർക്കോ പരിശോധനയുടെ വീഡിയോ CD സംബന്ധിച്ച കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Recommendation to the previous government. I hope that now